ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കോഴിക്കോട് ജില്ലയിലെ നടപടികൾക്ക് തുടക്കമായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്നേഹിൽ കുമാർ സിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം. കോഴിക്കോട് നോർത്ത് മണ്ഡലം LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടരുന്നു. ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചു. മതമൈത്രി സന്ദേശവുമായി ക്ഷേത്രമുറ്റത്ത് ഇഫ്താർ വിരുന്നൊരുക്കി ഫറൂഖ് കോടമ്പുഴ പുളിയക്കോട് ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. 2026 കേരള നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിനായി കോഴിക്കോട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് തുടക്കമായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്നേഹിൽ കുമാർ സിംഗ്. സുരക്ഷിതവും കുറ്റമറ്റതുമായ തെരഞ്ഞെടുപ്പിനായി ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം പൂർണ്ണ സജ്ജമെന്നും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായും അദ്ദേഹം പറഞ്ഞു. പൊളിറ്റിക്കൽ പാർട്ടീസിലെ ഏത് പരിപാടിയാണെങ്കിൽ അത് സുവിധ പോർട്ടൽ വഴി അവർ അപേക്ഷ കൊടുത്തിട്ട് പെർമിഷൻ വാങ്ങിയതിന് ശേഷം മാത്രം അവർ അലൗഡ് ആണ്. അത് സുവിധ ആപ്പ് ഇപ്പോൾ വർക്കിംഗ് ആണ്. അതിൽ ഞാൻ ഓൾറെഡി പൊളിറ്റിക്കൽ പാർട്ടീസിനെ അറിയിച്ചു ദേ ഷുഡ് അപ്ലൈ ഫോർ എനി പ്രൊസഷൻ റാലി മീറ്റിംഗ്സ്. കാരണം ആ റാലി പ്രൊസഷൻ മീറ്റിംഗ് ആണെങ്കിൽ അതൊരു ഇലക്ഷനിലെ ചിലവാവും, അത് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു പെർമിഷൻ സിസ്റ്റം നമുക്ക് സുവിധ ആപ്പിലുണ്ട്. കൺസേൺ റിട്ടേണിംഗ് ഓഫീസർ വിൽ ഹാവ് ടു ഗിവ് പെർമിഷൻസ് ഫോർ എനി കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ പ്രോഗ്രാംസ്. ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു റാലി ഉണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാം അതിൽ തന്നെ ചെയ്യേണ്ടി വരും. തെരഞ്ഞെടുപ്പ് പ്രചരണം നീതിയുക്തമാക്കാൻ ആന്റി ഡിഫെയിൻസ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. 40 ലക്ഷം രൂപയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി ചെലവാക്കാവുന്ന തുക. സ്ഥാനാർത്ഥികൾ ഇതിൽ കൂടുതൽ ചെലവിടുന്നത് അയോഗ്യതയ്ക്ക് കാരണമാകും. പ്രചരണങ്ങൾക്ക് ആരാധനാലയങ്ങൾ ഉപയോഗിക്കരുത്. മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും കളക്ടർ പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റാലികൾ, പൊതുയോഗങ്ങൾ, റോഡ് ഷോകൾ തുടങ്ങിയവ നടത്തുന്നതിനും ഉച്ചഭാഷിണി വാഹനങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനും മുൻകൂർ അനുമതി വാങ്ങണം. അനുമതിക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏകജാലക പോർട്ടലായ സുവിധ വഴി ഓൺലൈനായി അപേക്ഷിക്കാം. 85 വയസ്സ് പൂർത്തിയായ വയോധികർക്കും 40%-ലധികം ശാരീരിക വൈകല്യമുള്ളവർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കും. ഇതിനുള്ള അപേക്ഷകൾ RO ഓഫീസിലെത്തിക്കാൻ സൗകര്യമൊരുക്കുമെന്നും കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്ന് കളക്ടർ അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിലെ മൊത്തം 13 നിയോജകമണ്ഡലത്തിലുണ്ട്. ഔട്ട് ഓഫ് ദിസ് ടോട്ടൽ വോട്ടേഴ്സ് ഇപ്പോൾ ഉള്ള SIR കഴിഞ്ഞിട്ട് 26.57 ലാക്ക് വോട്ടർ നമുക്ക് കോഴിക്കോട് ജില്ലയിൽ ഉള്ളതാണ്. 26.57 ലാക്ക് വോട്ടർ SIRന്റെ ഫൈനൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുതിയ എഡിഷൻ ഫോം 6, ഫോം 7, ഫോം 8 എല്ലാം നമുക്ക് ഇപ്പോൾ പ്രോസസ്സിംഗിലാണ്. ടിൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ നമുക്ക് പുതിയ ഫോംസ് അക്സെപ്റ്റ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യാം. അത് ഒരു അവസരം ജനങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ചില വോട്ടർ ഇപ്പോൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് ഇമീഡിയറ്റ് ആയിട്ട് ഫോം 6 കൊടുത്തിട്ട് പ്രോസസ്സിംഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അവരുടെ വോട്ടർ പട്ടികയിൽ വരാം. കോഴിക്കോട് ജില്ലയിൽ 13 നിയമസഭാ മണ്ഡലങ്ങളിലായി ആകെ 26,57,478 വോട്ടർമാരും 2,837 വോട്ടെടുപ്പ് കേന്ദ്രങ്ങളുമാണ് ഉള്ളത്. ജില്ലയിൽ 144 വകുപ്പ് പ്രകാരം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു.
ലൈസൻസ് ഉള്ള ആയുധങ്ങൾ നിശ്ചിത പോലീസ് സ്റ്റേഷനുകളിൽ ഉടൻ ഹാജരാക്കണം. സർക്കാരിന്റെ പുതിയ പദ്ധതികൾ, ഉദ്ഘാടനങ്ങൾ, വോട്ടർമാരെ സ്വാധീനിക്കുന്ന പരസ്യങ്ങൾ എന്നിവ പാടില്ല. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലെ പരസ്യങ്ങൾക്ക് മീഡിയ മോണിറ്ററിംഗ് ആൻഡ് മീഡിയ സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. ഇതിനായി MCMC ടീമും മീഡിയ സെല്ലും സജ്ജമാണ്. സ്ഥാനാർത്ഥികളുടെ ചെലവുകൾ നിരീക്ഷിക്കുന്നതിനായും വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി പണം, മദ്യം, പാരിതോഷികങ്ങൾ എന്നിവ കൊണ്ടുപോകുന്നത് തടയുന്നതിനായും ജില്ലയിൽ വിവിധ സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. പണം, മദ്യം, മയക്കുമരുന്ന് വിതരണം എന്നിവ തടയാൻ അതിർത്തികളിലും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും കർശന പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് പരാതികൾ അറിയിക്കാൻ C-Vigil ആപ്പ് ഉപയോഗിക്കാം. സംശയങ്ങൾക്കായി 1950 എന്ന ടോൾ ഫ്രീ നമ്പറിൽ 24 മണിക്കൂറും ബന്ധപ്പെടാം. EVM-കളുടെ ആദ്യഘട്ട പരിശോധന പൂർത്തിയായി. 3550 ബാലറ്റ് യൂണിറ്റും 3550 കൺട്രോൾ യൂണിറ്റും 3830 VVPAT-കളും സജ്ജമാണ്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, സബ് കളക്ടർ S. ഗൗതം രാജ്, ADM C. മുഹമ്മദ് റഫീഖ്, സീനിയർ ഫിനാൻസ് ഓഫീസർ KP മനോജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മതമൈത്രി സന്ദേശവുമായി ക്ഷേത്രമുറ്റത്ത് ഇഫ്താർ വിരുന്നൊരുക്കി ഫറൂഖ് കോടമ്പുഴ പുളിയക്കോട് ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ്. 100-ലധികം ആളുകളാണ് ഇഫ്താറിൽ പങ്കെടുത്തത്. ക്ഷേത്രത്തിനോട് ചേർന്ന് താൽക്കാലിക പന്തൽ കെട്ടി നോമ്പുതുറ വിഭവങ്ങൾ നൽകി. ക്ഷേത്രം ട്രസ്റ്റി അംഗങ്ങളും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും ചേർന്നാണ് ഇഫ്താർ ഒരുക്കിയത്. ക്ഷേത്രം കമ്മിറ്റി ആദ്യമായാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. വരും വർഷങ്ങളിലും തുടരുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ ഉത്സവം തുടങ്ങിയ കാലം മുഴുക്കെ ഇവിടെയുള്ള പരിസരവാസികൾ എന്ന് പറഞ്ഞാൽ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ ഭാഗത്ത് തിങ്ങി പാർക്കുന്നത്. അവരെല്ലാവരും ഞങ്ങളോട് എല്ലാ വിഷയത്തിലും സഹകരിച്ച് ഉത്സവത്തിനും ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ സമയത്തും ഒക്കെ അവർ സഹകരിക്കുന്നുണ്ട്. എല്ലാ വിഷയങ്ങളും അതേമാതിരി ഉത്സവത്തിന് അന്നദാനം കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഞങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിക്കും. പിന്നെ അന്നദാനത്തിൻ്റെ പരിപാടിയിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കും എല്ലാവരും. അപാലവൃദ്ധം ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇഫ്താർ ഇതേമാതിരി എടുക്കാന്നുള്ളൊരു തീരുമാനം ഞങ്ങളെ ട്രസ്റ്റ് കമ്മിറ്റി എടുത്തു. രാമനാട്ടുകര മുനിസിപ്പൽ കൗൺസിലർമാരായ മുന്താസ് കള്ളിയിൽ, ഹാരിസ്, ലത്തീഫ്, ഷെൽമ, ഫൈസൽ പള്ളിയാളി, മുൻ കൗൺസിലർ സജിന തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ഒരു പുളിയങ്കോട്ട് ക്ഷേത്ര ട്രസ്റ്റിൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു ഇഫ്താർ വിരുന്നൊരുക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ മതസൗഹാർദ്ദം എന്നും നമ്മളിങ്ങനെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിലൊന്ന് പങ്കാളിയാവാൻ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട്. ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി വിശ്വനാഥൻ, പ്രസിഡന്റ് ഭാസ്കരൻ, പ്രബീഷ്, പരമേശ്വരൻ, സുരേഷ് കുമാർ, നിശാന്ത്, രാംദാസ്, വാസു, ഭരതൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നമ്മളെല്ലാവരും ജാതി മത ഭേദമന്യേ വളരെ ബഹുമാനത്തോടെ ആദരവോടും കരുതി പോരുന്ന ഈ ക്ഷേത്രാങ്കണത്തിൽ, പുളിയക്കോട്ട് ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട ഈ ഇഫ്താറിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ അഗൈതവുമായ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് സംഘടിപ്പിച്ച ക്ഷേത്ര ഭാരവാഹികൾ വളരെ മാതൃകാപരമായൊരു തുടക്കമാണ്. ഇതെവിടെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അതിനാൽ ഈ ഭാരവാഹികൾക്ക് തുടക്കമിട്ട അവർക്ക് അതിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Aster Men's Hospital, Calicut. ഗാന്ധി ശില്പശാല ബസാർ കരകൗശലമേള കോഴിക്കോട് ബീച്ചിൽ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കരകൗശല ഉൽപ്പന്നങ്ങൾ, ജ്വല്ലറികൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ചിരട്ട ഉൽപ്പന്നങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങളെല്ലാം കുറഞ്ഞ വിലയിൽ ഉൽപ്പാദകരിൽ നിന്നും സ്വന്തമാക്കാം. പ്രവേശനം സൗജന്യം. ഗാന്ധി ശില്പശാല ബസാർ ബീച്ചിൽ മാർച്ച് 11 മുതൽ 17 വരെ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചു. 35ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഇത്തവണ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾ പുരസ്കാരങ്ങൾക്ക് അർഹരായി. സാഹിത്യകാരൻ വിവേകാനന്ദന്റെ നാമധേയത്തിലുള്ള സാഹിത്യ പുരസ്കാരം എഴുത്തുകാരി സുമാ പള്ളിപ്പുറത്തിന് വയനാട് ലഭിക്കും. മാപ്പിളപ്പാട്ട് രചയിതാവ് വയം കുരുവാരക്കുണ്ട് നോവലിസ്റ്റ് സുഹൃത്തുമായ PR നാഥൻ, പിന്നണി ഗായകൻ ശ്രീ അജയ് ഗോപാൽ, കലാമണ്ഡലം അരുണ ബാല, സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ തലശ്ശേരി മുസ്തഫ എന്നിവരടങ്ങുന്ന ജൂറി കമ്മിറ്റിയാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത്. പ്രശസ്ത സംഗീത സംവിധായകൻ MS ബാബുരാജിന്റെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരം ഈ വർഷം സംഗീത സംവിധായകൻ ഷാൻ റഹ്മാന് നൽകും. ഗാനരചയിതാവും കവിയുമായ P. ഭാസ്കരൻ മാഷിന്റെ പേരിലുള്ള പുരസ്കാരം കവിയും ഗായകനുമായ ബിനീഷ് വിദ്യാധരന് സമർപ്പിക്കും. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പെരുമ്പാവൂരുകാരനായ കബീർ റഹ്മാനും പരിസ്ഥിതി പ്രവർത്തകയായ റജി ജോമിയും APJ അബ്ദുൽ കലാം അവാർഡിന് അർഹരായി. സിനിമാ താരം മോണിഷയുടെ പേരിലുള്ള പുരസ്കാരം മികച്ച അഭിനയ മികവിനായി സിനിമാ നടി രജിഷ വിജയന് നൽകും. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം സുവർണ ചന്ദ്രോത്തിന് ലഭിക്കും. മാപ്പിളപ്പാട്ട് ഗായിക തൻഹ ഉമ്മർ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ സ്മരണാർത്ഥമുള്ള യുവ പ്രതിഭ അവാർഡിന് അർഹയായി. സാഹിത്യകാരൻ UA ഖാദറിന്റെ പേരിലുള്ള സാഹിത്യ പുരസ്കാരം എഴുത്തുകാരി സുമാ പള്ളിപ്രത്തിന് നൽകും. അക്കാദമിയുടെ 34ാം വാർഷികാഘോഷ ചടങ്ങിൽ വെച്ച് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ഈ വരുന്ന 24-ാം തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുകയാണ്. എല്ലാ പ്രൗഢിയോടും കൂടി തന്നെയാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ശ്രീ O. സദാശിവൻ അവർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മുഖ്യാതിഥിയായി കോഴിക്കോട് ജില്ലാ കലക്ടർ ശ്രീ സ്നേൽകുമാർ IAS പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ PA ഹംസ, നെല്ലിയോട്ട് ബഷീർ, PM ഹനീഫ്, MKM കോയ, TM സലീം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നോർത്ത് മണ്ഡലം LDF സ്ഥാനാർത്ഥി തോട്ടത്തിലെ രവീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുന്നു. റോഡ് ഷോ, പ്രമുഖരുമായുള്ള സ്വകാര്യ സന്ദർശനങ്ങൾ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോഴിക്കോട് നോർത്ത് മണ്ഡലം സ്ഥാനാർത്ഥി തോട്ടത്തിലെ രവീന്ദ്രന്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം തുടരുന്നു. റോഡ് ഷോയോടെ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി പൗരപ്രമുഖരെയും സ്വകാര്യ സന്ദർശനങ്ങളുമാണ് നടന്നത്. പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ശ്രീകുമാർ കോർമത്തിനെ വീട്ടിൽ സന്ദർശിച്ച് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. ഭരണം കൃത്യമായിട്ട് കൊണ്ടുപോകണം, നാട്ടിൽ വികസനം നടക്കണം. ഈ ഒരു 10 കൊല്ലം നടന്നിട്ടുള്ള വികസനങ്ങൾ കേരളത്തിൽ ശരിക്ക് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതാണ്. അത്രയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. വാസ്തവമല്ല, തെളിവുകളല്ലേ, വേറെ ഒന്നും നമ്മൾ എന്തേലും പറയല്ലല്ലോ, കാണിച്ചു കൊടുക്കല്ലേ. ഭൂരിപക്ഷം 10,000-ൽ കുറയാത്ത വോട്ടിന് ഞാൻ ജയിക്കും. എൻ്റെ മേലെ എത്രയാന്നുള്ളത് ബാക്കി നമ്മൾ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ജനങ്ങൾ, അതായത് വോട്ടേഴ്സ് മാത്രമല്ല, അവിടുത്തെ ജനങ്ങളെല്ലാം ആഗ്രഹിച്ചത് രവിയേട്ടനെയാണ്. വീണ്ടും മറ്റൊരു തർക്കം ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ ഒരാൾ എന്നുള്ള ഒരു തർക്കം ഇല്ലാത്ത ഏക ഒരു മണ്ഡലമാണ് 140 ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ആഹ്ലാദഭരിതരാണ് ജനങ്ങളവിടെ. ഇപ്പം രവിയേട്ടൻ തന്നെ വന്നു എന്നുള്ളൊരിത്, അത് തീർച്ചയായിട്ടും മറ്റുള്ള എതിരാളികളെ വളരെയധികം വിഷമത്തിലാക്കിയിട്ടുണ്ട്. കൂടാതെ അവിടെ കഴിഞ്ഞ ഭൂരിപക്ഷത്തിനെക്കാട്ടി കൂടുതൽ ജയിക്കുന്നതാണ് രവിയേട്ടൻ്റെയും ടീമിൻ്റെയും കണ്ടെത്തൽ. അത് സാധിക്കട്ടെ.
പിന്നീട് മലാപ്പറമ്പ് ബിഷപ്പ് ഹൌസിലെത്തി ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെയും സിസ്റ്റർമാരെയും കണ്ട് വോട്ട് ചോദിച്ചു. വ്യവസായ പ്രമുഖൻ PK അഹമ്മദിനെയും കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും ഭജന സന്ധ്യയുമായി കേരള ബ്രാഹ്മണ സഭ യുവജന വിഭാഗം. ചികിത്സാ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ VP ബാലസുബ്രഹ്മണ്യം നിർവഹിച്ചു. ഭജന സന്ധ്യയ്ക്ക് കൃഷ്ണനാരായണ സ്വാമി നേതൃത്വം നൽകി. കേരള ബ്രാഹ്മണ സഭ യുവജന വിഭാഗം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും ഭജനാമൃതം ഭജന സന്ധ്യയും തളി സമൂഹ മന്ദിരത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. എരഞ്ഞിപ്പാലം മലബാർ മാക്സ് വിഷൻ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. KBS സംസ്ഥാന വൈസ് പ്രസിഡന്റും നോർത്ത് സോൺ പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ഡോക്ടർ VP ബാലസുബ്രഹ്മണ്യം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാഴ്ചശക്തി സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ചടങ്ങിൽ യുവജന വിഭാഗം ജില്ലാ സെക്രട്ടറി ആനന്ദ് കൃഷ്ണ, വനിതാ വിഭാഗം ജോയിന്റ് സെക്രട്ടറി S രുക്മിണി, ഡോക്ടർ അദ്നാൻ, സിറ്റി യൂണിറ്റ് ഭാരവാഹി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണനാരായണ സ്വാമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അവതരിപ്പിച്ച ഭജനാമൃതം ഭജന സന്ധ്യയ്ക്ക് വൈസ് പ്രസിഡന്റ് കൃഷ്ണനാരായണ സ്വാമി നേതൃത്വം നൽകി. സീനിയർ ഭജന കലാകാരൻ സുന്ദരേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി കേദാർനാഥ്, നാഥ് സുന്ദർ, സെക്രട്ടറി ആനന്ദ് കൃഷ്ണ, എക്സിക്യൂട്ടീവ് അംഗം അരവിന്ദ്, ഓർഗനൈസിംഗ് സെക്രട്ടറി കാർത്തിക് എന്നിവർ ഭജനയിൽ പങ്കാളികളായി. നാൽപ്പതോളം പേർ ഭജനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. ഗാന്ധി ശില്പശാല ബസാർ കരകൗശലമേള കോഴിക്കോട് ബീച്ചിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കരകൗശല ഉൽപ്പന്നങ്ങൾ, ജ്വല്ലറികൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ചിരട്ട ഉൽപ്പന്നങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങളെല്ലാം കുറഞ്ഞ വിലയിൽ ഉൽപ്പാദകരിൽ നിന്നും സ്വന്തമാക്കാം. പ്രവേശനം സൗജന്യം. ഗാന്ധി ശില്പശാല ബസാർ ബീച്ചിൽ മാർച്ച് 11 മുതൽ 17 വരെ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ. രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സൗഹൃദ കൂട്ടായ്മ പുല്ലാളൂർ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. കുരുവട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നൂറുദ്ദീൻ ചെറുവറ്റ ഉദ്ഘാടനം ചെയ്തു. 300ഓളം പേർ ഇഫ്താറിൽ പങ്കെടുത്തു. സൗഹൃദ കൂട്ടായ്മ പുല്ലാളൂർ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. പുല്ലാളൂരിൽ വെച്ച് നടന്ന പരിപാടി കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൂറുദ്ദീൻ ചെറുവറ്റ ഉദ്ഘാടനം ചെയ്തു.
തെരഞ്ഞെടുപ്പും അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ മുൻകാലങ്ങളിലൊക്കെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കൃത്യമായ മതം ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ വിഭാഗീയ പ്രവർത്തനങ്ങളുമായിട്ട് ആളുകളൊക്കെ ഇങ്ങനെ സംഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിന്റെ ഐക്യവും നമ്മുടെ നാടിന്റെ സ്നേഹവും നമ്മുടെ നാടിന്റെ ഈ രീതിയിലുള്ള കൂട്ടായ്മയൊക്കെ നിലനിൽക്കേണ്ടത് നിലനിർത്തേണ്ടത് നമ്മുടെയൊക്കെ വലിയ ഉത്തരവാദിത്വമാണ്. അത്തരത്തിലുള്ള ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് ഇത്തരം സൗഹൃദ കൂട്ടായ്മകൾ ഇവിടെ രൂപീകരിക്കുന്നതും അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ പരിപാടിയിൽ അബ്ദുൽ ഖാദർ അധ്യക്ഷനായിരുന്നു. മടവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരീഷ് കുമാർ, പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ വത്സൻ കുന്നുമ്മൽ, സി അഹമ്മദ് കോയ ഹാജി, വാർഡ് മെമ്പർ ഹനീഫ, അജീസ, സരിത, അബ്ദുൽ അസീസ് കെ ടി, മുഹമ്മദ് സി പി, മുഹമ്മദ് ചെറുവലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. 300ഓളം പേർ ഇഫ്താർ മീറ്റിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. ഗോദീശ്വരം ക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിന് കൊടിയേറി. ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. ഗോദീശ്വരം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായ സാംസ്കാരിക സമ്മേളനം കൗൺസിലർ ഷിനു പിണ്ണാണത്ത്, ഗീതാ ക്ലാസ് അധ്യാപകൻ പി ബാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ജനാർദ്ദനൻ പിണ്ണാണത്ത് അധ്യക്ഷനായിരുന്നു. ഉത്സവാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ അനിൽകുമാർ പാറച്ചോട്ടിൽ, ക്ഷേത്രം സെക്രട്ടറി ശശിധരൻ പയ്യാനക്കൽ, മുഖ്യരക്ഷാധികാരി തളിയാടത്ത് ഇമ്പിച്ചുട്ടി, കുന്നം തിരുത്തി ഷൺമുഖൻ, എടത്തൊടി വത്സരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി ഗണപതി ഹോമം, ഉത്സവ പൂജകൾ, ദേവിക്ക് പൊങ്കാല സമർപ്പണം, ബേപ്പൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആഘോഷവരവ്, പ്രസാദ ഊട്ട്, ഭജൻസ്, നൃത്തനൃത്യങ്ങൾ എന്നിവയും നടന്നു. ഓൾഡ് ബോങ് അവതരിപ്പിച്ച കരോക്കെ ഗാനമേള അരങ്ങേറി. മാർച്ച് 19 വൈകിട്ട് പള്ളിവേട്ടയും നടക്കും. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കോഴിക്കോട് ജില്ലയിലെ നടപടികൾക്ക് തുടക്കമായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്നേഹിൽ കുമാർ സിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം. കോഴിക്കോട് നോർത്ത് മണ്ഡലം LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടരുന്നു. ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചു. മതമൈത്രി സന്ദേശവുമായി ക്ഷേത്രമുറ്റത്ത് ഇഫ്താർ വിരുന്നൊരുക്കി ഫറൂഖ് കോടമ്പുഴ പുളിയക്കോട് ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.